നമ്മളിന്ന് രണ്ട് വ്യത്യസ്ത പ്രോഡക്റ്റുകളായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു വീഡിയോയിലൂടെ എത്തിയിരിക്കുന്നത്. അതെ, എല്ലാവരും കുറേ കാലമായിട്ട് കാത്തിരിക്കുന്ന സ്മാർട്ട് ഫോണുകളുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തതിൻ്റെ കമൻറ്റിൽ തന്നെ നിങ്ങൾ പറഞ്ഞിരുന്നു പലരും നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഈ രണ്ട് പ്രോഡക്റ്റുകൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇതിൻ്റെ കൂടി ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് വേണം ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ എന്ന രീതിയിൽ പോലും പലരും കമൻറ്റ് ചെയ്ത് കണ്ടു. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, റിയൽമി GT എന്ന സ്മാർട്ട് ഫോണിൻ്റെയും അതുപോലെ റിയൽമി പുറത്തിറക്കിയിരിക്കുന്ന റിയൽമി GT മാസ്റ്റർ എഡിഷൻ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെയും വിശേഷങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയുടെ പരിശോധിക്കാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് ഇതെന്താ സ്മാർട്ട് ഫോണാണെന്നല്ലേ? ഇതൊരു സൂട്ട് കേസാണ്. ഈ ഒരു സൂട്ട് കേസിനകത്താണ് റിയൽമി തങ്ങളുടെ GT മാസ്റ്റർ എഡിഷൻ എന്ന് പറയുന്ന ആ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. എനിവേ, നമുക്ക് ഈ രണ്ട് സ്മാർട്ട് ഫോണുകളും അൺബോക്സ് ചെയ്ത് റിയൽമി GTയുടെയും റിയൽമി GT മാസ്റ്റർ എഡിഷൻ്റെയും വിശേഷങ്ങൾ ഓരോന്നായി പരിശോധിക്കാം. അപ്പോൾ റിയൽമി GT ഉണ്ട്, അതുപോലെ റിയൽമി GT മാസ്റ്റർ എഡിഷൻ വന്നിരിക്കുന്ന ഈ ഒരു സൂട്ട് കേസും ഉണ്ട്. ഇതിനകത്ത് ഏതാണ് നിങ്ങൾക്ക് ആദ്യം അൺബോക്സ് ചെയ്യേണ്ടത്? രണ്ടും നമുക്ക് ഒറ്റ വീഡിയോയിൽ കൂടെ തന്നെയാണ് നമ്മൾ എന്തായാലും പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെയും രണ്ട് ഫോണുകളുടെയും അൺബോക്സിങ് ഈ ഒരു ഒറ്റ വീഡിയോയിലുണ്ട്. അതുകൊണ്ട് തന്നെയും ആദ്യം മുതൽ അവസാനം വരെയും വീഡിയോ കാണാൻ മറക്കരുതെങ്കിൽ രണ്ട് ഫോണുകളുടെ വിശേഷങ്ങൾ അറിയാൻ പറ്റും. എനിവേ, നമുക്ക് ആദ്യം റിയൽമി GT തന്നെ അൺബോക്സ് ചെയ്യാം. അതിനുശേഷം റിയൽമി GT മാസ്റ്റർ എഡിഷൻ അൺബോക്സ് ചെയ്യാം. അവർക്ക് ഈ വീഡിയോയിൽ തന്നെ രണ്ടും അൺബോക്സ് ചെയ്യുന്നതായിരിക്കും. എനിവേ, താമസിപ്പിക്കാത്ത റിയൽമി GT അൺബോക്സ് ചെയ്യാം. ഇതുപോലൊരു ബോക്സിനകത്താണ് റിയൽമി GT വരുന്നത്. ഇതൊരു 5G സ്മാർട്ട് ഫോൺ ആണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. റിയൽമി എന്ന് വലുതായിട്ട് എഴുതിയിരിക്കുന്നു. നമ്പർ 1 ക്വാളിറ്റി സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. റിയൽമി GT എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് വരെ ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മുന്തിയനും പ്രോസറായിട്ടുള്ള സ്നാപ്ഡ്രാഗൻ്റെ 888 പ്രോസർ ആദ്യമായിട്ട് റിയൽമിയുടെ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നു എന്നുള്ളത് തന്നെയാണ്. 2021 ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലറായി മാറും ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന കാര്യത്തിൽ സംശയമല്ല. കാരണം ഇത്രയും മികച്ച പ്രോസറുമായിട്ട് ഇത്രയും മികച്ച സ്പെസിഫിക്കേഷനുമായിട്ടൊരു സ്മാർട്ട് ഫോൺ റിയൽമി ഇറക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഫ്ലാഗ്ഷിപ്പ് കില്ലറാവും. കാരണം മികച്ച പ്രൈസിങ്ങിലാവും ഈ ഒരു സ്മാർട്ട് ഫോൺ പുറത്തിറക്കുക. എനിവേ, നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതിനകത്ത് ഇതുപോലെ ഒരു വെള്ള പേപ്പർ ബോക്സ്, അതിനകത്ത് എ ഗ്രേറ്റ് സ്റ്റോറി സിൻസ് ദ ഫസ്റ്റ് ലീപ്പ് എന്നിതുപോലെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു ബോക്സ് ഇതുപോലെ പുറത്തേക്ക് എടുക്കാം. ആ ബോക്സിനകത്ത് എന്താണ് ആദ്യം എന്ന് നോക്കാം. ഇതിൻ്റെ ബാക്കിലായിട്ട് ഇതുപോലെ സിം ഇജക്ടർ പിൻ നൽകിയിട്ടുണ്ട്. ഇവിടെ ഇതുപോലെ ഡയറക്റ്റ് ലീപ്പ് എന്ന് എഴുതിയ ഒരു പേപ്പർ ബോക്സാണ്. സേഫ്റ്റി ഗൈഡും ക്വിക്ക് ഗൈഡും അതുപോലെ ഒരു TPU കേസ്. ക്രിസ്റ്റൽ ക്ലിയർ കളറല്ല, ഒരു ചെറിയ ബ്ലാക്കിഷ് ടോണുള്ളൊരു TPU കേസ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ചാർജിങ് കേബിൾ, USB Type-C. ഇതായിരിക്കും നമ്മുടെ സ്മാർട്ട് ഫോൺ. അത് തൽക്കാലം മാറ്റി വയ്ക്കാം. വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതിനകത്ത് ഇനിയുള്ളത് ചാർജിങ് ബ്രിക്കാണ്. 65 വാട്ടിൻ്റെ സൂപ്പർ ഡാർട്ട് ചാർജർ. അപ്പോൾ ദേ ഇരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ. അപ്പോൾ നമുക്കിതിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക് റാപ്പ് പുറത്തേക്ക് എടുക്കാം. യെസ്, അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് കാണാം. അടിപൊളി ഡിസൈൻ. ഓക്കെ, സൂപ്പർ ഡിസൈൻ. അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ നമുക്കിതുപോലെ ഒഴിവാക്കാം. ഒരു ലെതർ ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. കണ്ടില്ലേ, ലെതർ ഫിനിഷ്. അതിനകത്തൊരു ബ്ലാക്ക് സ്ട്രിപ്പ് ഇങ്ങനെ പോകുന്നു. ഒരു പ്രീമിയം ലുക്ക് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിട്ടുണ്ട്. കിഡിലൻ ലുക്ക്, വേറെ ലെവൽ. ഇവിടെ റിയൽമി എന്നതുപോലെ എഴുതിയിട്ടുണ്ട്. കണ്ടില്ലേ, റിയൽമി എന്ന് എഴുതിയിരിക്കുന്നു. അതുപോലെ ക്യാമറ മൊഡ്യൂളിലേക്ക് നോക്കുമ്പോൾ 3 ക്യാമറകൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു LED ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്ട്രിപ്പാണ് ഇതിനകത്ത് ആ ഒരു ചന്തം നൽകുന്നത്. അതായത് ആ ഒരു യെല്ലോ കളറിനകത്ത് ആ ഒരു ബ്ലാക്ക് സ്ട്രിപ്പ് കൂടെ വന്നപ്പോഴത്തേക്കും വേറെ ലെവൽ, കിഡിലൻ ഡിസൈൻ, അടിപൊളി. അതുപോലെ ഫോൺ കയ്യിലൊക്കെ പിടിച്ചിട്ടൊക്കെ ഭയങ്കര വെയിറ്റ് ഒന്നുമില്ല, നല്ല ക്യൂട്ട് ഡിസൈൻ, അടിപൊളി. ഇനി നമുക്ക് ഈ ഒരു ഫോണൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഓൺ ചെയ്യുന്നു. ഓൺ ചെയ്യുമ്പോൾ ഇതുപോലെ റിയൽമി എന്നും പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്നും എഴുതി കാണിക്കുന്നു. അപ്പോൾ ഇനി ഇതിൻ്റെ ഈ ഒരു സ്ക്രീനിൻ്റെ പുറത്തൊരു സ്ക്രീൻ ഗാർഡ് ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട്. അത് ഞാൻ ഒഴിവാക്കുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ഇതിൻ്റെ സ്ക്രീൻ ഗാർഡിനകത്ത് ഈ പറഞ്ഞ പോലെ കുറച്ച് ബബിൾസ് അവിടെ ഇവിടെ ആയിട്ടിരിക്കുന്നത്. അത് ക്ലിയർ ആയിട്ടല്ല ഒട്ടിച്ചിരിക്കുന്നത് തോന്നുന്നു. എനിവേ, അതങ്ങ് വലിച്ചറിയില്ല. അടുത്തതായിട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് പറഞ്ഞാൽ 6.43 ഇഞ്ചിൻ്റെ സൂപ്പർ അമോ LED ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. മാത്രമല്ല, ഇതിൻ്റെ ഈ ഒരു സ്ക്രീൻ റിഫ്രഷ് റേറ്റ് കണ്ടില്ലേ, 120 ഹെഡ്സിൻ്റെ സ്ക്രീൻ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിന് 360 ഹെഡ്സിൻ്റെ ഒരു ടച്ച് സാമ്പിളിംഗ് റേറ്റും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ വളരെ റെസ്പോൺസീവ് ആകാനുള്ളൊരു കാരണം അതാണ്. മാത്രമല്ല, ഇതിൻ്റെ ഒരു ബ്രൈറ്റ്നസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1000 നിറ്റ്സാണ് ഇതിൻ്റെ ഒരു മാക്സിമം ബ്രൈറ്റ്നസ് വന്നിരിക്കുന്നത്. നല്ല ബ്രൈറ്ററായിട്ടുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത്
നൽകിയിരിക്കുന്നത്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊന്നും മറ്റ് പ്രശ്നമില്ല. 1000 നിറ്റ്സ് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് ഒരു നല്ല ബ്രൈറ്റ്നസ് ഉള്ളൊരു സ്മാർട്ട് ഫോണിൻ്റെ ഒരു ക്വാണ്ടിറ്റിയാണ് ഈ ഒരു 1000 നിറ്റ്സ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇതിനകത്ത് 100% DCI P3 നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കളർ കറക്റ്റാണ്. നമ്മൾ കാണുന്ന രീതിയിൽ തന്നെയുള്ള, നമ്മൾ കണ്ണുകൊണ്ട് എങ്ങനെ കാണുന്നു അത്തരത്തിലുള്ള അതേ ഒരു സെയിം ഈക്വൽ കളർ തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിലും നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇത് നേരത്തെ പറഞ്ഞ പോലെ സ്നാപ്ഡ്രാഗൻ്റെ ഏറ്റവും മുന്തിയ ഇനം പ്രോസറായിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 888 എന്ന് പറയുന്ന പ്രോസറുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അതുപോലെ 8GB RAM 12GB ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. 2 RAM വേരിയൻ്റ് ആണ്. LPDDR5 എന്ന് പറയുന്ന ലേറ്റസ്റ്റ് റാം ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. 128GB ഇൻറ്റേർണൽ മെമ്മറിയും 256 ഇൻറ്റേർണൽ മെമ്മറിയും ഫോണിനകത്ത് വരുന്നുണ്ട്. അതും UFS 3.1 ആണ് ഇതിൻ്റെ ഒരു സ്റ്റോറേജ് ടൈപ്പ്. അതുപോലെ റാം എക്സ്പാൻഷൻ ഫീച്ചർ ഉണ്ട്. നമുക്ക് 7GB റാം വരെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. അതായത് 12GB റാമിൻ്റെ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ റാം കൂടുതൽ വേണ്ടുന്ന സമയത്ത് നമുക്ക് 19GB വരെ ഈ ഒരു ഫോണിൻ്റെ റാം എക്സ്പാൻഡ് ചെയ്യാൻ ഈ ഒരു ഫോണിന് സാധിക്കും. ഫോണിൻ്റെ ബാറ്ററിയെക്കുറിച്ച് പറഞ്ഞാൽ 4500 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിന് കരുത്ത് പകരുന്നത്. അത് ചാർജ് ചെയ്യാനായിട്ട് ഇതുപോലെ 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ചാർജിങ്ങിനായിട്ട് USB Type-C ചാർജിങ് പോർട്ടാണ് ഫോണിന് നൽകിയിരിക്കുന്നത്. വെറും 35 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ 100% ചാർജിങ്ങിലേക്ക് എത്തിക്കാൻ സാധിക്കും. മാത്രമല്ല റിവേഴ്സിബിൾ ചാർജിങ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതായത് നമുക്ക് ഈ ഒരു ഫോൺ ഇത്തരത്തിൽ ഇതിൻ്റെ ബാക്കിൽ നിന്ന് ചാർജ് ഔട്ട് എടുത്ത് ചെറിയ പ്രോഡക്റ്റുകളൊക്കെ ചാർജ് ചെയ്യാൻ ഈ ഒരു ഫോൺ ഒരു പവർ ബാങ്ക് പോലെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാമെന്ന് ചുരുക്കം. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, ബാക്കിൽ ഇതുപോലെ 3 ക്യാമറകളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതായത് 64 മെഗാപിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറ, സോണി IMX682 എന്നൊരു സെൻസറാണ് ഈ ഒരു ഫോൺ അത് നൽകിയിരിക്കുന്നത്. അതുപോലെ 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ സെൻസർ നൽകിയിട്ടുണ്ട്. 2 മെഗാപിക്സലിൻ്റെ ഒരു മാക്രോ സെൻസർ നൽകിയിട്ടുണ്ട്. ഇങ്ങനെ 3 ക്യാമറകളാണ് ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡിൽ നൽകിയിരിക്കുന്നത്. അതുപോലെ ഫ്രണ്ട് ക്യാമറ ഇത്തരത്തിൽ ഡിസ്പ്ലേയിൽ തന്നെ പഞ്ച് ഹോളായിട്ടാണ് നൽകിയിരിക്കുന്നത്. 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ഈ ഒരു ഫോണിനകത്ത് റിയൽമി നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിനകത്ത് ഡ്യുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് ചെയ്യും. അതുപോലെ വൈഫൈ 6 ആണ് നൽകിയിരിക്കുന്നത്. ബ്ലൂടൂത്ത് വെർഷൻ 5.2, NFC സപ്പോർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതൊരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിനകത്ത് 5G ഫോണാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 10-ലധികം വ്യത്യസ്തങ്ങളായിട്ടുള്ള ബാൻഡുകൾ ഈ ഒരു ഫോണിനകത്ത് സപ്പോർട്ട് ചെയ്യും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മാത്രമല്ല ഇതിനകത്ത് സ്മാർട്ട് 5G എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അതായത് നമുക്ക് 5G വേണ്ടാത്ത സമയങ്ങളിൽ, 5G വരുമ്പോൾ ഉള്ള കാര്യമാണ് പറയുന്നത്, 4Gയിലേക്ക് മാറി ബാറ്ററി കൺസംഷൻ കുറയ്ക്കാനും ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിന് സാധിക്കും. അതുപോലെ ഇതിനകത്ത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൂളിംഗ് സിസ്റ്റമാണ് നൽകിയിരിക്കുന്നത്. അത് നൽകിയിരിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫോൺ തണുപ്പിക്കാൻ സാധിക്കും. മാത്രമല്ല ആ ഒരു വേപ്പർ ചേമ്പർ സ്റ്റെയിൻലെസ് സ്റ്റീൽ നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെയും ഫോണിന് അത്തരം കംപ്ലൈൻറ്റുകളൊന്നും വരാതിരിക്കാൻ ഇത്തരത്തിൽ ആ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ നമ്മെ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിനകത്ത് ഡുവൽ ആംബിയൻ ലൈറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ബ്രൈറ്റ്നസ് നമ്മൾ ആട്ടോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡുവൽ ലൈറ്റ് സെൻസർ, ആംബിയൻ ലൈറ്റ് സെൻസർ നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെയും ബ്രൈറ്റ്നസ് വളരെ കൃത്യമായിട്ട് ചുറ്റുമുള്ള ബ്രൈറ്റ്നസ് സെൻസ് ചെയ്തുകൊണ്ട് അതനുസരിച്ച് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ ഒരു സ്മാർട്ട് ഫോണിന് സാധിക്കും. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഫിംഗർ പ്രിൻറ്റ് ഇത്തരത്തിൽ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അത് വളരെ ഫാസ്റ്റാണ്, കണ്ടില്ലേ? ജസ്റ്റ് ഒരു ഒറ്റ ടച്ചിൽ തന്നെ ഫോൺ അൺലോക്ക് ആവുന്നുണ്ട്, കണ്ടില്ലേ? ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, ഫോൺ അപ്പോൾ തന്നെ അൺലോക്ക് ആവുന്നുണ്ട്. അടുത്തത് ഫേസ് അൺലോക്കാണ്. ഫേസ് അൺലോക്കും വളരെ ഫാസ്റ്റായിട്ട് തന്നെ അൺലോക്ക് ആവുന്നുണ്ട്. മുഖത്തിന് നേർക്ക് ഫോൺ എത്തിയാൽ മതി, അപ്പോൾ തന്നെ അൺലോക്ക് ആവുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഫേസ് അൺലോക്കും ഫിംഗർ പ്രിൻറ്റ് സംവിധാനവും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ അൺലോക്ക് ആകുന്നു. ഈ ഒരു ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് 11 അധിഷ്ഠിതമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. മാത്രമല്ല റിയൽമിയുടെ സ്വന്തം യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള റിയൽമി UI-ലാണ് ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. ഇതിനകത്ത് ബ്ലോട്ട്വെയറുകളെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. വളരെ കുറച്ച് ആപ്ലിക്കേഷൻ, ഒരുപാട് ആപ്ലിക്കേഷനുകളൊന്നുമില്ല. ഇതിനകത്ത് മോജ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, അങ്ങനെ കുറച്ച് ആപ്ലിക്കേഷൻ ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് നമുക്ക് കാണാം. അതുപോലെ ലിങ്ക്ഡിൻ, അങ്ങനെ കുറച്ച് ആപ്ലിക്കേഷൻ ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. ഫോൺ കുറച്ച് ദിവസം ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അനാവശ്യമായിട്ടുള്ള നോട്ടിഫിക്കേഷനുകൾ നമ്മളെ ബുദ്ധിമുട്ടുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റൂ. സാധാരണ റിയൽമിയുടെ യൂസർ ഇൻ്റർഫേസിൽ അത്തരം ബുദ്ധിമുട്ടുകളൊന്നും വരാറില്ല സാധാരണ റിയൽമി ഫോണുകളിൽ. എന്ത് തന്നെയായാലും ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡിന് സമാനമായിട്ടുള്ള ഏകദേശം അതിൻ്റെ ഐക്കണൊക്കെ കണ്ടാൽ ഏകദേശം സ്റ്റോക്ക് ആൻഡ്രോയിഡൊക്കെ പോലെ ഇരിക്കുന്ന ഒരു രൂപത്തിലേക്കാണ് ഇപ്പോൾ റിയൽമി UI 2 എത്തിയിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഓഡിയോ വീഡിയോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം. സ്റ്റീരിയോ സ്പീക്കറാണ്, നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. മാത്രമല്ല മുകളിൽ നിന്നും താഴെ നിന്നുള്ള ആ കിട്ടുന്ന സൗണ്ടിൻ്റെ ഒരു ബാലൻസിങ് ഓക്കെയാണ്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട്.
മാക്സിമം വോളിയത്തിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട് തന്നെയാണ് ഈ ഒരു ഫോൺ നൽകുന്നത്. അടുത്തത് വീഡിയോ ക്വാളിറ്റി. ഡിസ്പ്ലേയെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട. സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ തന്നെയാണ്. നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. സൂപ്പർ AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെയും മികച്ച ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ. റിയൽമി സ്മാർട്ട് ഫോണുകളിൽ ഇത്രയും ക്വാളിറ്റിയൊക്കെ ഒരുപക്ഷെ ആദ്യമായിട്ട് കാണുന്നുവെന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. അത്രയും മികച്ച ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നുണ്ട്. ഇതിൻ്റെ വല സൈഡിൽ ഇത്തരത്തിൽ പവർ ബട്ടൺ കാണാം. ആ ഒരു പവർ ബട്ടണിനകത്തൊരു ഇത്തരത്തിലൊരു ഗോൾഡൻ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ സ്പീക്കർ ഗ്രില്ല്, അതുപോലെ USB Type-C ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. മൈക്രോഫോൺ 3.5mm ഓഡിയോ ജാക്ക് എന്നിവ കൊടുത്തിട്ടുണ്ട്. ഇടത് സൈഡിൽ ഇതുപോലെയാണ് വോളിയം റോക്കേഴ്സ്. അത് ഡെഡിക്കേറ്റഡ് ആയിട്ട് 2 ബട്ടണുകൾ ഇത്തരത്തിൽ കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഇങ്ങനെ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും നമുക്ക് കാണാം. അടുത്തത് ഈ ഒരു ഫോണിൻ്റെ സിം ട്രേ ഏത് ടൈപ്പാണ് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോണാണ്, അല്ലെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ സ്മാർട്ട് ഫോണാണ്. അതുകൊണ്ട് തന്നെ ആകണം 2 നാനോ സിം കാർഡുകൾ മാത്രമാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇടാൻ സാധിക്കുക. തീർന്നില്ല, റിയൽമി GT മാത്രമേ നമ്മൾ ഇതൊരു അൺബോക്സ് ചെയ്തുള്ളൂ. ഇനി GT മാസ്റ്റർ എഡിഷൻ ഇതിനകത്ത് ഇരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ. നമുക്ക് GT മാസ്റ്റർ എഡിഷൻ നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ സൂട്ട് കേസിനകത്താണ് റിയൽമി മാസ്റ്റർ എഡിഷൻ വന്നിരിക്കുന്നത്. ഇവിടെ മാസ്റ്ററി ബിയോണ്ട് സ്പീഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഒരു സൂട്ട് കേസ് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മൾ എപ്പോഴും സൂട്ട് കേസുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പ്രധാനമായിട്ടും ട്രാവൽ പോകുമ്പോഴാണ് നമ്മൾ സൂട്ട് കേസുകൾ ഉപയോഗിക്കുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു ട്രാവലിനെയാണ് സൂട്ട് കേസ് ഇവിടെ പ്രതിദാനം ചെയ്യുന്നത്. എനിവേ ഈ ഒരു സൂട്ട് കേസിനകത്ത് ഇതുപോലെ എന്താണ് റിയൽമി കാത്തു വെച്ചിരിക്കുന്നത് നോക്കട്ടെ. യെസ്, ഇതിനകത്ത് റിയൽമിയുടെ മാസ്റ്റർ എഡിഷൻ സ്മാർട്ട് ഫോൺ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അതും 5G സ്മാർട്ട് ഫോണാണ്. അതിങ്ങോട്ട് വയ്ക്കുന്നു. വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബോക്സ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് ഇവിടെ നോക്കട്ടെ. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് റിയൽമി. അതായത് കുറേ സ്റ്റിക്കർ, റിയൽമിയുടേതായിട്ടുള്ള കുറേ സ്റ്റിക്കറുകൾ കൊടുത്തിട്ടുണ്ട്. സാധാരണ OnePlus അതുപോലുള്ള ചില ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലാണ് ഇത്തരത്തിൽ സ്റ്റിക്കർ വർക്കുകൾ കുറേ നൽകാറുള്ളത്. അത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു സ്ട്രാപ്പ്, അതെനിക്ക് തോന്നുന്നു ഈ ഒരു സൂട്ട് കേസിന് ഇട്ട് വെക്കാൻ പറ്റിയൊരു സ്ട്രാപ്പാണെന്ന് തോന്നുന്നു ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ കുറേ മാഗ്നറ്റുകൾ നോക്കിയാൽ, മാസ്റ്ററി സ്പീഡ് എന്ന് എഴുതിയ മാഗ്നറ്റ്, ഡെയർ ടു ലീപ്പ് എന്ന് എഴുതിയ മാഗ്നറ്റ്, അത് കണ്ടില്ല. ഇതെല്ലാം നമുക്കിതുപോലെ പരസ്പരം ഒട്ടിപ്പിടിക്കുന്നതാണ്. മാത്രമല്ല റിയൽമി എന്ന് എഴുതിയിട്ടുള്ളൊരു മാഗ്നറ്റ്. ഇതൊക്കെ വണ്ടിയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒട്ടിച്ച് വയ്ക്കാം. അപ്പോൾ അത്രയും കുറച്ച് ഗിഫ്റ്റ് പോലെ കുറച്ച് സാധനങ്ങൾ ഈ ഒരു സൂട്ട് കേസിൻ്റെ ഒരു ഭാഗത്തുണ്ടായിരുന്നു. ഓർക്കുക, ഇത് നമ്മൾ ഈ ഒരു ഫോൺ വാങ്ങുന്നവർക്ക് എല്ലാവർക്കും കിട്ടത്തില്ല. ഇതൊരു മീഡിയ ഇൻവൈറ്റ് പോലെ, ഇത്തരത്തിലുള്ള മീഡിയസിന് മാത്രം, വളരെ കുറച്ച് മീഡിയസിന് മാത്രം, ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ച് യൂട്യൂബേഴ്സിന് മാത്രം നൽകിയ ഒരു കിറ്റാണത്. അപ്പോൾ ഇതേ ഇരിക്കുന്നു നമ്മുടെ റിയൽമി GT മാസ്റ്റർ എഡിഷൻ. സമയം ഒരുപാട് പോയതുകൊണ്ടാണ് വേഗത്തിൽ പറയുന്നത്. 2 ഫോണുകൾ ഒരു വീഡിയോയിലൂടെ അൺബോക്സ് ചെയ്യല്ലേ. അപ്പോൾ നമുക്കിതും അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക് കവർ ഇതുപോലെ പൊട്ടിക്കുന്നു. അതിൻ്റെ സ്റ്റിക്കർ ഇതുപോലെ പൊട്ടിച്ചു. ഇത് നമ്മുടെ സ്മാർട്ട് ഫോൺ ഇരിക്കുന്നു. റിയൽമി GTയിൽ കണ്ടതുപോലെ തന്നെ ഒരു വൈറ്റ് ബോക്സ് ഇവിടെയുണ്ട്. അതിനകത്ത് എക്സ്പ്ലോറിങ് ദി എസ്തെറ്റിക്സ് ഓഫ് ടെക്നോളജി എന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് ആ ഒരു വെള്ള പേപ്പർ എടുക്കാം. ഈ പേപ്പറിനകത്ത് സാധാരണ മറ്റേ GTയിൽ കണ്ടതുപോലെ ഒരു കേസ് ഇല്ല എന്നുള്ളത് പ്രത്യേകതയാണ്. കാരണം ഈ ഒരു ഫോണിന് കേസ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗിയെല്ലാം കെടുത്തും എന്നുള്ളത് കൊണ്ടായിരിക്കണം. ഇതിനകത്ത് പിന്നീടുള്ളത് യൂസർ ഗൈഡും ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും നൽകിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റി വയ്ക്കുന്നു. ദേ ഇരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ. അതിലേക്ക് വരാം. അതിൻ്റെ ബാക്ക് സൈഡ് ഇപ്പോഴേ കാണിക്കാം. ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ഇവിടെ നോക്കട്ടെ. ബോക്സ് ഇതുപോലെ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇതിനകത്തൊരു സ്പെഷ്യൽ കേസ്, നേരത്തെ ഞാൻ പറഞ്ഞതിന് വ്യത്യസ്തമായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള ഒരു കേസാണ് കൊടുത്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു കേസാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. കൂടാതെ ഇതിനകത്തൊരു ചാർജിങ് കേബിൾ കൊടുത്തിട്ടുണ്ട്. അത് വന്നിട്ട് USB Type-C ചാർജിങ് കേബിൾ തന്നെയാണ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അതുകൂടാതെ ഇതിനകത്ത് പിന്നീടുള്ളത് സിം ഇജക്ടർ പിൻ നൽകിയിട്ടുണ്ട്. സിം ഇജക്ടർ പിൻ, പിന്നെ 65 വാട്ടിൻ്റെ തന്നെ സൂപ്പർ ഡാർട്ട് ചാർജർ ഈ ഒരു ഫോണിനോടൊപ്പം നൽകിയിട്ടുണ്ട്. അതായത് ചാർജറൊക്കെ നമ്മൾ റിയൽമി GTയിൽ കണ്ടതുപോലെ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തും നൽകിയിരിക്കുന്നത്. പിന്നെ എന്താണ് വ്യത്യാസം നമുക്ക് നോക്കാം. ഫോണിൻ്റെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് അറിയാനായിട്ട് ഫോൺ ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. ദേ ഇരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ. അത് ഞാൻ പുറത്തേക്ക് എടുക്കാൻ പോവുകയാണ്. ഇതുവരെ ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടിട്ടില്ല. ദേ ഇരിക്കുന്നു റിയൽമി GT മാസ്റ്റർ എഡിഷൻ. അടിപൊളി ലുക്ക് അല്ലേ? ലുക്കിൽ റിയൽമി GTയേക്കാൾ അടിപൊളി സാധനം ഇല്ല. രണ്ടും സൂപ്പർ തന്നെയാണ്. കിഡിലൻ ലുക്കാണ്. നോക്കി, റിയൽമി GT വലത്തെ സൈഡിലെ കയ്യിലിരിക്കുന്നു. റിയൽമി GT മാസ്റ്റർ എഡിഷൻ എൻ്റെ ഇടത്തെ കയ്യിലിരിക്കുന്നു. അടിപൊളി കിഡിലൻ ലുക്ക്. എന്തായാലും റിയൽമി
ഈ ഡിസൈനോടുകൂടി ഈ രണ്ട് സ്മാർട്ട് ഫോണുകളുടെ ഒരു ഡിസൈനോടുകൂടി സത്യത്തിൽ ഒരു ഡിസൈൻ ആസ്പെക്റ്റിൽ ഞെട്ടിച്ചിരിക്കുകയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. റിയൽമി GT മാസ്റ്റർ എഡിഷൻ പൊളി തന്നെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ട ആ ഒരു സൂട്ട് കേസ്, എന്തിനാണ് ഈ ഒരു സൂട്ട് കേസിനകത്ത് ഈ ഒരു ഫോൺ ഇട്ട് തന്നതെന്ന് നമുക്ക് ആദ്യം തന്നെ ഒരു സംശയം തോന്നിയിരുന്നു അല്ലേ. ആ ഒരു സൂട്ട് കേസിൻ്റെ പുറത്ത് കാണുന്ന കണക്കുള്ളൊരു ഡിസൈനാണ് റിയൽമി GT മാസ്റ്റർ എഡിഷൻ ഇതുപോലെ കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ആ ഒരു അപ്പ് ആൻഡ് ഡൗൺസ് നമുക്ക് ഇതുപോലെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ട്രാവൽ എന്ന് പറയുന്ന അല്ലേ, സൂട്ട് കേസ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ട്രാവൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഒരു ട്രാവൽ എന്ന ഒരു തീമിനെ ബേസ് ചെയ്ത് ഫേമസ് ആയിട്ടുള്ള ഡിസൈനർ നവോറ്റ ഫുക്കസാവ എന്ന് പറയുന്ന ഫേമസ് ഡിസൈനറാണ് റിയൽമി GT മാസ്റ്റർ എഡിഷൻ ഇത്തരത്തിൽ ഡിസൈൻ ചെയ്ത് പുറത്തിറക്കിയിരിക്കുന്നത്. ഇവിടെ റിയൽമി എന്ന് എഴുതിയതിന് താഴെയായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. നേരത്തെ തന്നെ റിയൽമിയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ഇത്തരത്തിൽ ഈ ഒരു ഫുക്കസാവോ ഡിസൈൻ ചെയ്തിരുന്നു. മാത്രമല്ല റിയൽമിയുടേതായിട്ടുള്ള ബഡ്സ് ഒക്കെ ഉണ്ടല്ലോ, ബഡ്സ് ക്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നതെല്ലാം ഈ ഒരു ഫുക്കസാവോ ആണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വെയ്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ 180 ഗ്രാം ഭാരം മാത്രമാണ് ഇതിൻ്റെ ഒരു വെയ്റ്റ്. ഇതിൻ്റെ കളർ വേരിയൻറ്റുകളെ കുറിച്ച് പറഞ്ഞാൽ വോയേജർ ഗ്രേ, ലൂണ വൈറ്റ്, അതുപോലെ കോസ്മോസ് ബ്ലാക്ക് എന്നീ 3 നിറങ്ങളിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭ്യമാവുക. നമ്മളിവിടെ പരിശോധിക്കുന്നത് വോയേജർ ഗ്രേ എന്ന് പറയുന്ന കളർ വേരിയൻ്റ് ആണ് എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. അതുപോലെ ഇതൊരു ലെതർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. വീഗൻ ലെതർ എന്ന് പറയുന്ന ലെതർ ഫിനിഷാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പുറത്തും ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് ഈ ഒരു വീഗൻ ലെതർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ലെതറിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഒരു ജീവിയെ പോലും കൊന്നിട്ടില്ല. അത്തരത്തിലുള്ള ലെതറിനെയാണ് വീഗൻ ലെതർ എന്ന് പറയുന്നത്. അത്തരമൊരു വീഗൻ ലെതർ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് കൂടി ഓർമ്മിക്കട്ടെ. ഫോണിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ 3 ക്യാമറകളാണ് GT മാസ്റ്റർ എഡിഷനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു LED ഫ്ലാഷ് ലൈറ്റ് കാണാം, റിയൽമി എന്ന് എഴുതിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻ, ഈ ആൻറ്റി ഫിംഗർ പ്രിൻ്റ് ആയിട്ടുള്ള ഡിസൈനാണ്. കാരണം കയ്യിൽ നിന്ന് ഒരിക്കലും ഈ ഒരു സ്മാർട്ട് ഫോൺ തെറ്റിപ്പോകുന്ന പേടിക്കുകയേ വേണ്ട. കാരണം ഈ ഒരു അപ്പ് ആൻഡ് ഡൗൺ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്രിക്ഷൻ നമുക്ക് കയ്യിൽ കിട്ടുന്നുണ്ട്. കയ്യിൽ പിടിക്കാനൊക്കെ വളരെ മനോഹരം എന്ന് തന്നെ പറഞ്ഞു കൊള്ളട്ടെ. വെറും 180 ഗ്രാം ഭാരം മാത്രമേ ഈ ഒരു സ്മാർട്ട് ഫോണിനുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കട്ടെ. അടുത്തായിട്ട് ഈ ഒരു ഫോണിൻ്റെ സൈഡുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലത്ത് സൈഡിൽ ഇത്തരത്തിൽ പവർ ബട്ടൺ നമുക്ക് കാണാം. താഴേക്ക് വരുമ്പോൾ ഇവിടെ സ്പീക്കർ ഗ്രില്ല്, അതുപോലെ ചാർജിങ്ങിന് USB Type-C ചാർജിങ് പോർട്ട്, മൈക്രോഫോൺ, 3.5mm ഓഡിയോ ജാക്ക്. വലത് സൈഡിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള 2 വോളിയം റോക്കേഴ്സ് കാണാം, അതുപോലെ സിം ട്രേ. മുകളിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലൊരു സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും നമുക്കിവിടെ കാണാം. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു ഫോണിൻ്റെ സിം ട്രേ ഏത് ടൈപ്പാണെന്ന് നോക്കാം. നമ്മൾ GTയിൽ കണ്ടതുപോലെ തന്നെ ഒരു ഡ്യുവൽ നാനോ സിം കാർഡാണ് പ്രതീക്ഷിക്കുന്നത്. ഡ്യുവൽ നാനോ സിം കാർഡ് തന്നെയാണ് ഈ ഒരു ഫോണിനകത്തും നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഈ ഫോണൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ ഇതുപോലെ റിയൽമി എന്നും പവർഡ് ബൈ ആൻഡ്രോയിഡ് എന്നും എഴുതി കാണിക്കുന്നു. ഫോണിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് പറഞ്ഞാൽ 6.43 ഇഞ്ചിൻ്റെ അമോ LED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതും സാംസങ്ങിൻ്റെ അമോ LED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഡിസ്പ്ലേ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. മികച്ച ഒരു ഡിസ്പ്ലേ തന്നെയാണ് റിയൽമി ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇതുപോലെ നൽകിയിരിക്കുന്നത്. മാത്രമല്ല 120 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഈ ഒരു ഫോണിനകത്ത് ഇതുപോലെ റിയൽമി നൽകിയിട്ടുണ്ട്. 360 ഹെഡ്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഒരു ഫോണിനകത്ത് റിയൽമി നൽകിയിട്ടുണ്ട്. കൂടാതെ ഇതിനകത്ത് 100% DCI P3 നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കളർ കറക്ഷൻ വളരെ കറക്റ്റാണ് നമ്മൾ റിയൽമി GTയിൽ കണ്ടതുപോലെ തന്നെ. അപ്പോൾ റിയൽമി GTയും അതുപോലെ റിയൽമി മാസ്റ്റർ എഡിഷനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഇതുപോലെ ഈ ഡിസൈനിലുള്ളൊരു വ്യത്യാസമാണ്. പിന്നീടുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ പെർഫോമൻസ് സൈഡിലുള്ള വ്യത്യാസമാണ്. റിയൽമി GT മാസ്റ്റർ എഡിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നൽകിയിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 778G എന്ന 5G പ്രോസസ്സർ, അതും 6nm പ്രോസസ്സറാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. കൂടാതെ ഇതിനകത്തും 8GB റാം ആണ് ഇതിനകത്തുള്ള ഹയർ വേരിയൻറ്റ്. അതുപോലെ 5GB റാം വരെ ഇതിനകത്ത് എക്സ്പാൻഡ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റിയും ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിട്ടുണ്ട്. ഇൻറ്റേർണൽ മെമ്മറി ആയിട്ട് 256GB ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 4300 mAh ബാറ്ററി. എന്നാൽ റിയൽമി GTയിൽ കണ്ടതുപോലെ തന്നെ 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിനും നൽകിയിട്ടുണ്ട്. റിയൽമി GTയിൽ കണ്ടതുപോലെ തന്നെ ബാക്കിൽ 3 ക്യാമറകളാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. പ്രൈമറി ക്യാമറ 64 മെഗാ പിക്സലിൻ്റേത്, സെക്കൻഡറി ക്യാമറ 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ്, മൂന്നാമത്തെ ക്യാമറ 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ സെൻസർ. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സെൽഫി എടുക്കുന്നതിന് വേണ്ടി റിയൽമി GTയിൽ
16 മെഗാ പിക്സലിൻ്റെ സെൽഫി സെൻസർ ആയിരുന്നു കൊടുത്തതെങ്കിൽ ഇവിടെ GT മാസ്റ്റർ എഡിഷനിലേക്ക് വരുമ്പോൾ അത് 32 മെഗാ പിക്സലിൻ്റെ സെൻസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇത്തരത്തിൽ പഞ്ച് ഹോളായിട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ തന്നെ നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ മറ്റ് ഫീച്ചറുകളെ കുറിച്ച് പറഞ്ഞാൽ Wi-Fi 6 ആണ്, NFC സപ്പോർട്ട് ഇതിലും ഉണ്ട്, ഡുവൽ 5G സപ്പോർട്ട് ഉണ്ട്, അതായത് 2 സിം കാർഡിലും നമുക്ക് 5G സപ്പോർട്ട് ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ 8ലധികം 5G ബാൻഡുകൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സപ്പോർട്ട് ചെയ്യും. ഇതിനകത്തൊരു വലിയ വേപ്പർ കൂളിംഗ് ചേമ്പറാണ് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും അഥവാ ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഈ ഒരു ഫോൺ ചൂടായാലും വളരെ പെട്ടെന്ന് തണുപ്പിക്കാൻ ഈ ഒരു സ്മാർട്ട് ഫോണിന് സാധിക്കും. ഫിംഗർ പ്രിൻറ്റ് സംവിധാനം ഫോണിൻ്റെ ഡിസ്പ്ലേ തന്നെ കൊടുത്തിരിക്കുന്നു. അത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ അൺലോക്ക് ആകുന്നുണ്ട്. കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ തന്നെ അൺലോക്ക് ആകുന്നുണ്ട്. അടുത്തത് ഫേസ് അൺലോക്ക്. ഫേസ് അൺലോക്ക് വളരെ ഫാസ്റ്റ് തന്നെയാണ്. കണ്ടില്ലേ, ഫേസിന് അടുത്തേക്ക് ഫോൺ വരുമ്പോൾ തന്നെ ഫേസ് അൺലോക്കും അൺലോക്ക് ആകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ GT മാസ്റ്റർ എഡിഷനും ഫേസ് അൺലോക്കിൻ്റെ കാര്യത്തിലും ഫിംഗർ പ്രിൻറ്റിൻ്റെ കാര്യത്തിലും വളരെ ഫാസ്റ്റ്. റിയൽമിയുടെ യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള റിയൽമി UI 2 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുക. ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകളെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ബ്ലോട്ട്വെയർസ് എന്ന് വിളിക്കാവുന്ന കുറച്ച് ആപ്ലിക്കേഷൻ നമ്മൾ റിയൽമി GTയിൽ കണ്ടതുപോലെയുള്ള വളരെ കുറച്ച് ആപ്ലിക്കേഷനുകൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തും ഉണ്ട് എന്ന് പറഞ്ഞു കൊള്ളട്ടെ. അടുത്തത് ഫോണിൻ്റെ ഓഡിയോ വീഡിയോ ക്വാളിറ്റി. എനിക്കറിയാം കുറച്ച് വേഗത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, 2 ഫോണുകൾ ചെയ്യുന്നതുകൊണ്ട് ഓണത്തിരക്കാണ്, ഇതിനെല്ലാം കൊണ്ടാണ് ഇത്രയും സ്പീഡിൽ പോകുന്നത്. എനിവേ, നമുക്ക് ഫോണിൻ്റെ ഓഡിയോ വീഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്യാം. കുറച്ച് നിരാശപ്പെടുത്തി എന്ന് തന്നെ പറഞ്ഞുകൊള്ളട്ടെ. കാരണം ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് മോണോ സ്പീക്കറാണ് നൽകിയിരിക്കുന്നത്, പക്ഷേ GTയിൽ സ്റ്റീരിയോ സ്പീക്കറായിരുന്നു നൽകിയത്. എനിക്ക് എന്തുകൊണ്ടോ ഞാനൊരു ഫോണിനകത്ത് എപ്പോഴും മിനിമം ഉണ്ടായിരിക്കേണ്ട ഒരു ക്രൈറ്റീരിയ എന്ന നിലയിൽ ഞാൻ നോക്കുന്നത് സ്റ്റീരിയോ സ്പീക്കറാണ്. കാരണം നമുക്ക് ഹെഡ്സെറ്റ് പോലും ഇല്ലാതെ നല്ല രീതിയിൽ പാട്ടുകളൊക്കെ അതിനകത്ത് ആസ്വദിക്കാം, ഗെയിം കളിക്കുമ്പോൾ ആ ഒരു സ്റ്റീരിയോ സ്പീക്കർ അനുഭവം. പക്ഷേ അത് GT മാസ്റ്റർ എഡിഷൻ അത് എന്തുകൊണ്ടോ സ്റ്റീരിയോ സ്പീക്കർ സംവിധാനം നൽകിയിട്ടില്ല. എന്നിരുന്നാലും സിംഗിൾ സ്പീക്കർ ആണെങ്കിലും അതിൽ നിന്ന് വരുന്ന സൗണ്ട് നല്ല ലൗഡാണ്, ക്വാളിറ്റി ഉള്ളതാണ്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്ത് വീഡിയോ ക്വാളിറ്റിയുടെ കാര്യം പറഞ്ഞാൽ ഒന്നും പറയാനില്ല, നല്ല ക്വാളിറ്റി. എന്തായാലും റിയൽമിയുടെ സ്മാർട്ട് ഫോണുകളിൽ ഇത്രയും മികച്ച ഒരു വീഡിയോ ഡിസ്പ്ലേ ക്വാളിറ്റി വരുന്നത് ഈ പറഞ്ഞ പോലെ GTയിലും GT മാസ്റ്റർ എഡിഷനിലും ഒക്കെയാണ്. വളരെ മികച്ച ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണും കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റിയൽമി GTയുടെയും റിയൽമി GT മാസ്റ്റർ എഡിഷൻ്റെയും ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ 2 സ്മാർട്ട് ഫോണുകളിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏത്? എന്നെ സംബന്ധിച്ച് 2 ഒന്നിനൊന്ന് തുല്യം എന്ന് തന്നെ പറഞ്ഞോളട്ടെ. 2 ലുക്കിൽ വേറെ ലെവൽ. എന്ത് തന്നെയാലും അതുപോലെ പെർഫോമൻസ് സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാലും മികച്ച തന്നെയാണ്. മികച്ച സ്പെസിഫിക്കേഷനൊക്കെ തന്നെ 2 സ്മാർട്ട് ഫോണും കൊടുത്തിരിക്കുന്നു. നമുക്കിനി അറിയേണ്ടതിൻ്റെ ഒരു പ്രൈസിംഗ് ആണ്. ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഇതിൻ്റെ പ്രൈസിംഗ് ഇനിയും വെളിവായിട്ടില്ല. ഇന്ന് മാത്രമേ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യത്തുള്ളൂ. പക്ഷേ ഈ വീഡിയോ നിങ്ങൾക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രൈസിംഗ് അറിവായിട്ടുണ്ടാവും. നമ്മൾ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായിട്ട് ഇതിൻ്റെ ഒരു പ്രൈസിംഗ് നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള സ്മാർട്ട് ഫോണുകളുടെ വിശേഷങ്ങൾ ഏറ്റവും ആദ്യം നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഇനിയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സ്റ്റേ സേഫ്, ബൈ. ഓർക്കുക, ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ മാത്രമായിരുന്നു. വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു ഫോൺ കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ റിവ്യൂമായിട്ട് വരുന്നതായിരിക്കും. ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുടരുക.